പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹമാണ് നമ്മളെ കുടുംബം എന്നുള്ളത്. ആ കുടുംബം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ബന്ധങ്ങളെ പറ്റിയും അള്ളാഹു ചോദിക്കും, ഏത് ബന്ധങ്ങളെ പറ്റിയും അള്ളാഹു ഉത്തരം ചെയ്യാൻ കാത്തിരിക്കും. ഞാൻ ഏത് വാപ്പാന്റെ മകനാവണമെന്നും എനിക്ക് ഏതൊക്കെ കുടുംബക്കുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നും എന്റെ ഭാര്യ ഏത് കുടുംബക്കാരിയാവണമെന്നും തീരുമാനിച്ചത് ഞാനും എന്റെ അമ്മയും വാപ്പയല്ല, അള്ളാഹുവാ. ഈ കൂട്ടത്തിൽ എവിടെയോ എന്റെ ഭാര്യയുണ്ട്. അവളെ വാരിയല്ലിൽ പടച്ചോൻ എഴുതി വെച്ചത് എന്റെ പേരായതുകൊണ്ടാ കറക്റ്റ് 18ാമത്തെ വയസ്സിൽ ഞാൻ ആ പെണ്ണിനെ തേടി ആ സ്ഥലത്തെത്തിയത്. എന്റെ വാരിയല്ലിൽ ആ പെണ്ണിന്റെ പേരുള്ളതുകൊണ്ടും അവളെ വാരിയല്ലിൽ എന്റെ പേരുള്ളതുകൊണ്ടും അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ബന്ധമാണ് ഞങ്ങളുടേതെങ്കിൽ ആ രേഖപ്പെടുത്തപ്പെട്ട ബന്ധത്തിൽ എനിക്ക് കിട്ടിയ ബന്ധങ്ങളാ എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവളെ കുടുംബം, അവളെ ജ്യേഷ്ഠത്തി അടക്കം ഇങ്ങനെ പരന്നു കിടക്കുന്ന 100 ബന്ധങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എന്റെ ആ മനോഹരമായ ബന്ധം കൊണ്ടാണെങ്കിൽ അള്ളാഹു പറയുന്ന വാക്കതാ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരെ, നിങ്ങളെ പടച്ചോൻ വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ഒക്കെ ജനിപ്പിച്ചത് ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടടക്കുന്നവരെയാണ്. ഏത് ബന്ധവും, ചിലർ നമ്മൾ പറയാറില്ലേ നല്ല തറവാടായിരിക്കും, സ്വഭാവം ഒരു വസ്തുവിനും പറ്റൂല. ചിലർ നല്ല തറവാടും ഉണ്ടാവും, നല്ല സ്വഭാവമായിരിക്കും, നല്ല പെരുമാറ്റമായിരിക്കും. ചിലർക്ക് ഒരു കഷ്ടി ഉണ്ടാകിയാല, സ്വഭാവം ഭയങ്കര അഹങ്കാരമായിരിക്കും. ഒന്നുമില്ലെങ്കിലും അതിന്റെ ലാളിത്യം ഉണ്ടാവും. മനുഷ്യന്റെ ജീവിതം അള്ളാഹു സൃഷ്ടിച്ചതും അള്ളാഹു പരിഗണിക്കുന്നതും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. പടച്ചോൻ തന്ന ബന്ധങ്ങളെ ഏറ്റവും മാന്യമായി കൊണ്ടു നടക്കുന്നവരെ ആരെയാണോ അവരെ അള്ളാഹ്ക്ക് ഇഷ്ടം. ഓന്റെ നിസ്കാരത്തെ എന്തിനാ പടച്ചോൻ വിലയിടുന്നത്? ഓന്റെ ഓത്തിനാ അള്ള വിലയിടുന്നത്? അവന്റെ ഇബാദത്തിനാ പടച്ചോൻ വിലയിടുന്നത്? അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ പെട്ടെന്ന് റസൂലുള്ളാന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്നാരോ മുട്ടി. വാതിലിന്റെ അകത്ത് പേടിച്ചരണ്ട് നിൽക്കുന്ന റസൂലും ഭാര്യ ഖദീജ ബീവിയും. ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുത്തു, നബിയെ തുറക്കൂ, ആരാന്നറിയാലോ. ഖദീജ ബീവിന്റെ ധൈര്യത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഈത്തപ്പനന്റെ ഓലങ്ങോട്ട് നീക്കിയപ്പോ കണ്ടത് കറുത്ത് ചുരുളം മുടിയുമായി ശരീരമൊട്ടാകെ അടയാളങ്ങളുമായി ഒരു കറുത്ത കുറുകിയ മനുഷ്യൻ പെട്ടെന്ന് അകത്തേക്ക് ചാടിക്കയറി. അള്ളാഹുവിന്റെ റസൂൽ വേദനയോടെ ചോദിച്ചു, മൻ അൻത, നീ ആരാ? ഉപദ്രവിക്കാനാണ് വന്നതെങ്കിൽ നീ എന്താ നിന്റെ ഉദ്ദേശം? അദ്ദേഹം തിരുദൂതന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ അന ബിലാൽ ഇബ്നു റബാഹ, ഞാൻ ബിലാലാണ് നബിയെ. ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിൽ ഉമയ്യത്തിന്റെ അടിമയായി ജീവിച്ചു തീർക്കുന്ന കറുത്ത കാപ്പരി വർഗത്തിൽപ്പെട്ട ബിലാൽ ആണ് നബിയെ ഞാൻ. എന്തിനാ ബിലാല് ഈ നട്ടപ്പാതിര നേരത്ത് നീ വന്നത്? ബിലാൽ ഇബ്നു റബാഹ കണ്ണുനീരോടെ പറഞ്ഞു, റസൂലേ, അങ്ങയോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ലോകത്തിന് പഠിപ്പിക്കുന്ന വാക്കുകൾ എനിക്കെന്റെ പ്രാണനേക്കാൾ ഇഷ്ടം തോന്നുന്നു നബിയെ. അവസാന യാത്ര താങ്കളെ കൂടെയാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ. പറഞ്ഞു തീരുമ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കെട്ടി അങ്ങോട്ട് പിടിച്ചു. റസൂൽ ഇങ്ങനെ അമർത്തി കെട്ടിപ്പിടിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൊതറി ഇങ്ങോട്ട് മാറി. റസൂൽ ചോദിച്ചു, എന്തേ ബിലാൽ, ഞാൻ പിടിച്ചത് താങ്കൾക്ക് ഇഷ്ടായില്ലേ? ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞു, ഇല്ല, അതുകൊണ്ടല്ല നബിയെ. പിന്നെന്തിനാ ബിലാൽ താങ്കൾ കൊതറി മാറിയത്? ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, എന്റെ ജനിപ്പിച്ച ഉമ്മയല്ലാതെ, എന്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ. എന്നെ കാണുമ്പം കുട്ടികൾ കരിങ്കല്ല് കൊണ്ട് എറിയാറുണ്ട്, പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പാറുണ്ട്. എന്റെ യജമാനൻ ഉമയ്യത്ത് പോലും ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പി കമ്പികളെ കൊണ്ട് എന്റെ മുതുകാകെ പൊള്ളിച്ചിട്ടുണ്ട്. മതിവരാത്ത ശത്രുക്കളിൽ പലരും എന്റെ നിറം നോക്കി എന്നെ കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്. ആയുസിൽ എന്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മല്ല നബിയെ. അതുകൊണ്ട് എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല. റസൂലുള്ള ഒന്നും കൂടിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെ കെട്ടിപ്പിടിച്ച് കവളത്തുമ്മ കൊടുക്കുമ്പോ തിരുദൂതന്റെ കൈകളിൽ നിന്ന് കൊതറി മാറി ഇരുട്ടത്തിറങ്ങി ഓടുന്ന അർദ്ധനഗ്നനായ ഒരു തുണിക്കഷണം കൊണ്ട് മാത്രം നഗ്നത മറച്ച ആ കറുത്ത മനുഷ്യനെ ചൂണ്ടി പടച്ചോനോട് അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, റബ്ബേ, അള്ളാന്റെ സ്വർഗത്തിൽ എന്റെ അയൽക്കാരനായിട്ട് ബിലാലിനെ തരണം റബ്ബേ. അതായിരുന്നു റസൂലുള്ളാന്റെ സ്നേഹം, അതായിരുന്നു പ്രവാചകന്റെ ബന്ധം. പക്ഷെ ഇന്നെന്താ ചിലർക്ക് ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഓളെ കണ്ടൂടാ, അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഓളെ കണ്ടൂടാ.
നാത്തുമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ, ആങ്ങളന്റെ ഓക്ക് നാത്തുമാരെ കണ്ണെടുത്താ കണ്ടൂടാ. എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നത്? എത്ര പേരാ മനസ്സകന്ന് ജീവിക്കുന്നത്? എത്ര പേരാ മനസ്സിന്റെ പകയും വെറുപ്പും വിദ്വേഷവും മനസ്സ് കൊണ്ടിടന്ന് ജീവിക്കുന്നത്? ഈ കൂട്ടത്തിലുണ്ടാവും മകളെ കെട്ടിയ വീട്ടുകാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, നാട്ടുകാരോട്, ബന്ധക്കാരോട് എന്തേ കാരണം പടങ്ങാൻ? ഒന്നുമില്ല. കല്യാണപ്പരെ കണ്ട പോനൊന്ന് ചിരിച്ചില്ല, ഇതാ പണക്ക്. നിക്കാഹിന് ക്ഷണിച്ചിട്ടോ വന്നില്ല, ഇതാ പണക്ക്. ഞാൻ നോമ്പുറക്ക് വിളിച്ചു, എല്ലാരെയും അവൻ വിളിച്ചു, എന്നെ വിളിച്ചില്ല. എല്ലാരെയും നേരിട്ട് വിളിച്ചു, എന്നെ ഫോൺ വിളിച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെയാ പണക്ക്. എന്നിട്ടത് മനസ്സ് കൊണ്ടിടക്കുക, മരിക്കുന്നവരെ തീരൂല. മനസ്സിന്റെ വാശിയും ഈഗോയും പകയും മനസ്സിൽ വെച്ചിട്ട് ചിലർ വാശി പറയുന്നത് കാണാ, എന്റെ അടുത്ത് വരട്ടെ, എന്റെ മുമ്പിൽ വരട്ടെ. ചിലർ ആദ്യം മക്കളോട് പറയും, ഞാൻ മരിച്ചാൽ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത് കേട്ടോ. എന്തൊരു വർത്താനാ മനുഷ്യരെ ഇതൊക്കെ. ഞാൻ മരിച്ചാൽ പോലും എന്റെ മയ്യത്തോനെ കാണാൻ സമ്മതിക്കരുത്. എത്ര ആളുകളാ പിണങ്ങി ജീവിക്കുന്നത്, എത്ര പേരാ മനസ്സകന്ന് ജീവിക്കുന്നത്. ഈ ദുനിയാവിലെ മനുഷ്യരെ നമുക്ക് നന്നാവാൻ പറ്റൂ? ഈ ലോകത്തെ നമുക്ക് സലാം പറയാൻ പറ്റൂ? ഈ ലോകത്തെ നമുക്ക് കൈ പിടിക്കാൻ പറ്റൂ? ഈ ലോകത്തെ ഭൂമിയോളം മണ്ണോളം മുഖം ചെരിച്ചു വെക്കാൻ പറ്റൂ? അള്ളാഹുവിന്റെ മഹ്ശറയിൽ പടച്ച റബ്ബിന്റെ തീരുമാനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മനോഹര ഈ ലോകത്തുള്ള ജീവിതത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹിച്ച് ജീവിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാ നാളെ മയ്യത്തസ്കരിക്കാൻ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയാ. ഇന്നെല്ലാവർക്കും പൊരുത്തം വാങ്ങലും ആ പൊരുത്തം കിട്ടലും ഒക്കെ ഒന്നെങ്കിൽ വാട്സപ്പ് കൂടി അല്ലെ പള്ളിയിൽ മരിച്ചടക്കുമ്പോഴും നിങ്ങൾ കാണല്ലേ. നാട്ടിലുള്ള കുറെ ആൾക്കാർ അജ്ജക്കും ഉംറക്കും ഒക്കെ പോവും. പിണക്കുള്ളവരെ വീട്ടിലൊന്നും കയറൂല. നല്ലോണം ഇണങ്ങി നിൽക്കുന്ന എല്ലാ കുടുംബക്കാരുടെ വീട്ടിലും കയറും. കൈയടിച്ചിട്ട് പറയും, അതെ പെണ്ണുങ്ങളോട് പറയണം, ഞാനും പെണ്ണുങ്ങളും ഉംറക്ക് പോകുന്നുണ്ട്, ദ്വാരക്കാൻ പറയണം. എന്തുണ്ടെങ്കിൽ അങ്ങ് പൊരുത്തപ്പെട്ട് കണ്ടിട്ടോ എന്നൊക്കെ അങ്ങനെ പറയും. അവസാനം ആരോടാ പിണക്ക്? മകളെ കെട്ടിയ വീട്ടുകാരോട്. ആ പൊരുത്തം എങ്ങനെ വാങ്ങുന്ന ചിലര് നേരെ കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തിട്ട് പറയും, ഞാനും എൻ്റെ ഭാര്യ ഐസിയയും ഇപ്രാവശ്യത്തെ ഉംറക്ക് പോകാൻ തീരുമാനിച്ചു, അല്ലെ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരിട്ട് കാണാൻ സമയം കിട്ടാത്തതിനാൽ ഇതൊരു പൊരുത്തമായി സ്വീകരിച്ച് എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം. ഇതാപ്പം പൊരുത്തം. എന്നിട്ട് ചിലരിങ്ങനെ നോക്കും, ആരൊക്കെ കണ്ടിട്ട് ആരോടാ നമുക്ക് പിണക്കുള്ളത്? നബീസാനോട്. നബീസ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓളെന്തോ മിണ്ടിയല്ല, എന്നാലും കേട്ടിട്ടുണ്ടല്ലോ, കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാ പൊരുത്തം. ഞാൻ പറഞ്ഞല്ലോ, മനസ്സുറന്നിട്ട് ഇന്നാലില്ലായി ആരാ പറയല്? ഈ കഴിഞ്ഞ ദിവസം എടുത്ത് മറ്റോനോട് ചോദിച്ചില്ലേ, എൻ്റെ നല്ലൊരു ഇന്നാലില്ലാഹിന്റെ പോസ്റ്റ് എങ്ങോട്ട് ഇടും? എന്തിനാ? നാട്ടിലൊരു മരണമുണ്ട്, പോസ്റ്റ് ചെയ്യാനാണ്. മനസ്സുറന്ന് പറയേണ്ടതാ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേറെ ചിലരാകട്ടെ ഈ പൊരുത്തം വാങ്ങലൊക്കെ ഇപ്പൊ പള്ളിയിൽ മാത്രം. ഞാൻ എന്നോട് വെറുപ്പ് തോന്നണ്ടോ. പള്ളി കൊണ്ടെക്കുന്ന വാപ്പാന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഉമ്മാന്റെ മധ്യഭാഗത്തോ വാപ്പാന്റെ തലക്കും ഭാഗത്തോ നിൽക്കുന്ന മക്കളെ കൈമലേക്ക് പള്ളി കമ്മിറ്റിക്കാർ ഇങ്ങനത്തെ ഒരു മൈക്ക് അങ്ങോട്ട് കൊടുക്കും. അതിങ്ങോട്ട് കിട്ടുമ്പോൾ കാണാം മക്കള് കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ട് അക്കാലം വരെ വാപ്പയും പെങ്ങളും തമ്മിലുള്ള കുടുംബം ഒന്ന് നന്നാക്കാൻ മെനക്കെടാത്ത മോൻ, ഉമ്മ ഇമ്മാന്റെ പെങ്ങന്മാരും ആങ്ങളെയായിട്ട് കുടുംബം നന്നാക്കാൻ മെനക്കെടാത്ത മോൻ, ആ മൈക്ക് കൈമ കിട്ടുമ്പോൾ കാണാം കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ട് ഒരു ചോദ്യം, മരിച്ചെന്റെ ഉമ്മാന്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ എന്ന്. അങ്ങനെ ഒരു മയ്യത്തിന് മുന്നിൽ വെച്ച് ചോദിക്കാൻ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. ചോദിക്കണ്ടെന്നല്ല, പൊരുത്തം വാങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാ.